എവിടെ പോവിനത് വെള്ളം കളിക്ക് പോകണം. ഹലോ, അപ്പോൾ ഓണം ആയതുകൊണ്ട് നമ്മുടെ കുട്ടനാട്ടിൽ നിറയെ എല്ലായിടത്തും എപ്പോഴും വള്ളംകളിയാണ്. അപ്പോൾ എന്തെങ്കിലും നീരോറ്റുപുറം വള്ളംകളി തുടങ്ങിയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് എല്ലാവരോടും വന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായി. അപ്പോഴത്തേക്കിനും മാമൻ വള്ളം കൊണ്ട് വന്നു. ഞങ്ങൾ വള്ളത്തേലാണ് പോകുന്നത്. വള്ളത്തിൽ ഇങ്ങനെ യമഹ മോട്ടർ, അതെ യമഹ മോട്ടർ പിടിപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പിന്നെ അമ്മമാരുണ്ടായിരുന്നു, അനിയത്തിമാരുണ്ടായിരുന്നു, പിന്നെ ചേച്ചിയും കുഞ്ഞുങ്ങളും അവധിയായതിൻ്റെ അതായത് സ്കൂൾ അടച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ അമ്മ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചിപ്സും ഫ്രൂട്ട്സും വെള്ളമൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അതെല്ലാം വീതിച്ചിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഞങ്ങളുടെ കൊച്ചു കുഞ്ഞത് ആൻറ്റിയുടെ മടയിലിരുന്ന് ഉറങ്ങിപ്പോയി, പാവമുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ ചിപ്സും കഴിച്ചു. പിന്നെ അത് ഞാൻ ഒരു ആപ്പിളൊക്കെ തിന്ന് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിത് ബോട്ടയിൽ ഇങ്ങനെ അല്ലാതെ വള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു വെള്ളം ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോകുന്നു. എത്ര നേരം കഴിഞ്ഞിട്ടായിരിക്കും അവരവിടെ മതി, കഷ്ടമുണ്ട്. പിന്നെ ഞങ്ങളിതേ വള്ളംകളി സ്ഥലത്ത് വന്നു. ഞാൻ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറേ വള്ളങ്ങളെല്ലാം ഓടി നടക്കുന്നത്. എനിക്കൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അത് വള്ളംകളി നടക്കുവാണോ അത് അവർ വെള്ളം കൊണ്ട് ഓടി നടക്കുവാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളിതേ വെള്ളം എവിടെയെങ്കിലും ഒന്ന് അടുപ്പിക്കാനുള്ള പ്ലാനിലാണ്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഒരു സ്ഥലം കിട്ടി. പക്ഷേ അവിടെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ കുടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുടയും ഷാളും തോർത്തും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. എന്നാലും ഭയങ്കര വെയിലായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കുട ചൂടിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുറയിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്കതൊന്നും കാണാൻ പറ്റുന്നില്ലെന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോഴത്തേക്കും വള്ളം കളിക്കുള്ള വള്ളങ്ങളെല്ലാം അണിനിരന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവരൊക്കെ ചെറുതായിട്ടൊക്കെ ഇന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെ നിന്ന് പോകാം. കാരണം വെയിൽ കൂടി, കുഞ്ഞുങ്ങളെ കൊണ്ട് അധികം നേരം അത്രയും നേരം നമുക്ക് വെയിലത്ത് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് നേരെ ഞങ്ങളിത് തണൽ നോക്കി പോവാണ്. അപ്പോൾ വേറെ 2 കുഞ്ഞുങ്ങളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് നേരെ വേറെ സ്ഥലത്തേക്ക് പോയി. പിന്നെ വേറെ കുറച്ച് വെള്ളങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. കാരണം നമ്മൾ വള്ളത്തേക്ക് ഫുള്ള് ലേഡീസായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്കും ബോട്ടെ ട്രോഫിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ പിന്നെ മാമൻ അവിടുന്ന് പിന്നെ വള്ളം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ തണൽ തപ്പി ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ വെള്ളം ഓടിച്ചുകൊണ്ട് പോയിട്ട് അവസാനം ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി. അപ്പം നമ്മുടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിൻ്റെ അടിയിലാണ് ഞങ്ങൾ പിന്നെ അവിടെ കൊണ്ട് വെള്ളം ഇട്ട്. അവിടെ അത്യാവശ്യം നല്ല തണലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അടുത്ത് കൂടെ വേറെ വള്ളമൊക്കെ പോകുമ്പോഴത്തേക്കിനും ഓളം അടിച്ച് ഞങ്ങളുടെ വള്ളത്തിനകത്തോട്ട് ഇങ്ങനെ വെള്ളം കയറുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേരെല്ലാവരും ഇങ്ങനെ പലകയൊക്കെ ഇട്ട് വെള്ളത്തിന് താഴെ ഇരുന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യമായിട്ടിരുന്ന് വള്ളംകളി കാണാൻ വേണ്ടി. അപ്പോൾ ആദ്യം വള്ളംകളി തുടങ്ങി. 2 വള്ളം ആദ്യം പോയി. അതെന്തിനാണ് 2 വള്ളം ആദ്യം പോയതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിവിടെ എന്തോ പൊട്ടനാട്ടം കാണുന്ന പോലെ അവിടെ പോയിരിക്കുകയായിരുന്നു. ഇതാണ് അച്ഛൻ എന്നെ വള്ളംകളിക്ക് കൊണ്ടുവന്നത്. എന്നോട് പറയുന്നത് നിനക്ക് കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല, പിന്നെ നീ എന്തിനാ വരുന്നത് എന്നോട് ചോദിക്കുക. പക്ഷേ അച്ഛനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ നാട്ടിൽ വള്ളവും വള്ളംകളിയും ഒന്നും ഇല്ലാത്ത നാട്ടിൽ നിന്ന് വന്ന ഞാൻ ഇതൊന്നും കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നെന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. എന്നിട്ടും പിന്നെ ഞാൻ അവിടെ നിന്നെല്ലാം എനിക്ക് അറിയാവുന്നതുപോലൊക്കെ ഞാൻ കണ്ടും കേട്ടും ഒക്കെ ഇരുന്ന് പിന്നെ എല്ലാവരോടും ഒക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അത് എന്താണ് അവിടെ സംഭവം നടക്കുന്നതെന്ന്. പിന്നെ എല്ലാവരും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ വിശന്നപ്പോൾ ഞാനൊരു പാക്കറ്റ് മിക്സർ പൊട്ടിച്ചു തന്നു. അതിനിടയ്ക്ക് ഒരു ചുണ്ടൻ വെള്ളം അങ്ങോട്ടും ഒരു ചുണ്ടൻ വെള്ളം ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് ഞാൻ കണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴത്തേക്കിനും ചോദിച്ചു ഇവർക്ക് വള്ളംകളി നടത്തണമെങ്കിൽ ഇവർക്ക് ഒന്നിച്ചങ്ങ് തുഴഞ്ഞു പോയിക്കൂടെ, ഈ 2 പേര് വെച്ച് എന്തിനാ പോകുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്കൊന്നും അറിയത്തില്ലെങ്കിൽ മിണ്ടായിരുന്നു, കണ്ടാൽ മാത്രം മതിയെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അനുസരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് കുറച്ച് ചേട്ടന്മാർ വള്ളം തുഴയുമായിരുന്നു. എനിക്കൊന്ന് ഇവർ പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ചെറുത് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്ന് അവിടെ എൻ്റെ കയ്യിൽ നിന്ന് മിച്ചറൊക്കെ മേടിച്ച് അവിടെ നിന്ന് കഴിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വെള്ളം തുഴഞ്ഞു പോയ വെള്ളം തിരിച്ച് വരുന്നത് കണ്ട് എന്തിനാ വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോഴേക്കും മോള് വഴക്ക് തുടങ്ങി. കാരണം അവൾ നോക്കുമ്പോഴത്തേക്കിനും അവിടെ നമ്മുടെ ഉത്സവത്തിനൊക്കെ കാണുന്ന അത്ര ഹൈഡ്രജൻ ബലൂണും കൊണ്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് അവൾ വഴക്ക് തുടങ്ങി. അവിടെ നിന്നിട്ട് വള്ളംകളിയൊന്നും മനസ്സിലാകാൻ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കിനും ഞാൻ അമ്മ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അവിടെ പോയി നിൽക്കാം. അപ്പോൾ അവിടെ പോയി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഏത് വള്ളമാണ് ജയിക്കുന്നതെന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങളിതേ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ആ പാലത്തിൻ്റെ താഴെയാണ് കടന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു കുഞ്ഞും മോനും കൂടെ വെള്ളത്തിലെല്ലാം കളിക്കാൻ തുടങ്ങി, കൈയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അത് ഭയങ്കര അപകടമാണ്. അപ്പോൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ലായിരുന്നു. കുഞ്ഞുങ്ങളല്ലേ, അവർ ഇങ്ങനെ വെള്ളമൊക്കെ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവർ വെള്ളത്തിൽ കളിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ പഴയ സ്ഥലത്തോട്ട് തന്നെ പോയി. അപ്പോഴത്തേക്കിനും ഏകദേശമൊക്കെ വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വള്ളങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര വഴക്കായി തുടങ്ങി. കാരണം വഴക്കിൻ്റെ എക്സ്ട്രീമായി. കാരണം അവർ കയ്യിലെല്ലാം ഇടുന്നു, കൈയും കാലും എല്ലാം ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും പിന്നെ പറഞ്ഞ് നമുക്കെന്നാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ്. പിന്നെ പകുതിയൊക്കെ ഏകദേശം ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അങ്ങ് വീട്ടിൽ പോയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ വള്ളംകളി തീരുന്നോടം വരെ ഒന്നും നിന്നില്ല. ഏത് വെള്ളവാ ജയിച്ചെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് വേറെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് ഇവർ 3 പേരുമാണ്. അവരും ഭയങ്കര സന്തോഷം
സന്തോഷമായിരുന്നു. അവരെ കൊണ്ട് അങ്ങനെ വഴക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഒരു പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിതേ വന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ മാമൻ്റെ മോനാണ് അതിൽ. അപ്പോൾ അവൻ അവധി ആയതുകൊണ്ട് വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വന്നതാണ്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ചെറിയ വന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് കാണുന്നത്. പിന്നെ പെട്ടെന്ന് അങ്ങനെ പിന്നെ വള്ളമെല്ലാം അടുപ്പിച്ച് ഞങ്ങൾ പിന്നെ 1-2 മണിക്കൂർ കുത്തിയിരുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും പതുക്കെ വള്ളത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ സാധനങ്ങളും കുട്ടിയും വട്ടിയും കുടയും കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ പോയപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.